ഹലോ, ഗുഡ് മോർണിംഗ്. എയർ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരു 6 മണിക്ക് ഒരു റിസർവേഷൻ ഉണ്ട് എയർപോർട്ടിലേക്കാണ് കേട്ടോ. വെല്ലിംഗ്ടൺ ഐലൻഡിൽ നിന്നാണ്. അപ്പൊ അതെടുക്കാൻ വേണ്ടിയുള്ള പ്ലാനിലാണ് കേട്ടോ. അപ്പൊ ഇന്നലെ രാത്രി എടുത്തിട്ടാണ്. അപ്പൊ നമ്മള് പോകുന്ന വഴിക്ക് അമ്പലത്തിലൊന്ന് കയറണം. കാരണം ഇന്ന് പുസ്തകം പോയിക്ക് വെക്കേണ്ട ദിവസമാണല്ലോ. അപ്പൊ പിള്ളേരുടെ രണ്ടുപേരുടെയും പുസ്തകമൊക്കെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പൊ അമ്പലത്തിൽ കയറി ഇത് കൊടുത്തിട്ട് 5:30 ആകുമ്പോ ഓൺലൈനിൽ കയറാനാണ് കൊടുത്തേക്കുന്നത്. 6 മണിക്കാണ് അവിടുന്ന് പിക്കപ്പ് കേട്ടാ. അപ്പൊ നമ്മള് രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നിപ്പം 30-ാം തീയതിയാന്ന് തോന്നുന്നു. ഇന്ന് 30-ാം തീയതിയാണ് കേട്ടാ. സെപ്റ്റംബർ 30-ആണ്. ഓക്കെ, അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. രാവിലെ തന്നെ തിരക്കാണല്ലോ. ഒരു മഴ കഴിഞ്ഞതേ ഉള്ളു കേട്ടാ. നമ്മള് ഓണാക്കിയിട്ടില്ല. അമ്പലത്തിൽ കയറി ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വേണം ഓണാക്കാൻ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് അമ്പലത്തിൽ കയറി ഇറങ്ങിയിട്ട് ഓൺലൈനിൽ കയറാം. ഓക്കെ, നമ്മൾ അമ്പലത്തിലൊക്കെ പോയി പുസ്തകമൊക്കെ കൊടുത്ത് എല്ലാം റെഡിയാക്കി കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് ഓൺലൈനിൽ പോവാം. ആണ് റിസർവേഷൻ എടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. 945 എയർപോർട്ടിലേക്ക് 6 മണിക്കാണ് പിക്കപ്പ്. അപ്പൊ നമ്മള് ഓൺലൈനിൽ കയറുകയാണ്. ഓൺലൈനായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ റിസർവേഷൻ എടുത്ത് വെച്ച് പോകുന്നത്. ഇതിന്റെ സെറ്റപ്പ് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. നോക്കട്ടെ. 5:30 ആകുമ്പോഴത്തേക്ക് അങ്ങോട്ടത്തേക്ക് കിട്ടുന്നു. ഏതായാലും 10 മിനിറ്റ് ഉണ്ട്. നമുക്കൊരു ചായ കുടിക്കാനുള്ള ടൈം ഉണ്ട് കേട്ടോ. ഏതായാലും നമ്മൾ ഓൺലൈനിൽ ആയിട്ടുണ്ട്. 1/2 മണിക്കൂർ മുന്നേ ഓൺലൈനിൽ കയറണമെന്ന് പറഞ്ഞു. ഏതായാലും 1/2 മണിക്കൂർ ഓൺലൈൻ ആയിട്ടുണ്ട്. കുണ്ടന്നൂര് പോയി ഒരു ചായ ഒക്കെ കുടിച്ച് ചായ കുടിക്കുമ്പോഴത്തേക്കും 5:30 ആവും. അപ്പൊ കറക്റ്റ് നമ്മൾ ഓൺലൈൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടിക്കുകയാണെങ്കിലും ഒന്ന് ഈ ഐലൻഡ് ഭാഗത്തോട്ടേക്ക് ട്രിപ്പ് അടിക്കുള്ളൂ തോന്നുന്നു കേട്ടോ. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കറക്റ്റ് സത്യാവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. ആദ്യത്തെ പരിപാടിയാണ് റിസർവേഷൻ എടുത്തുള്ള ഓട്ടം. കൂടുതലായിട്ട് അതിനെ കുറിച്ചൊന്നും അറിയില്ല കേട്ടാ. ഇനിയിപ്പോ 5:30 ആകുമ്പോഴാണോ അങ്ങോട്ടുള്ള മാപ്പ് കാണിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടാ. ഏതായാലും എടുത്തിട്ടുണ്ട്. ബാക്കി എങ്ങനെയാന്നൊക്കെ അറിയത്തില്ല. ഏതായാലും നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മള് ഓൺലൈനിലായിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ടുള്ള മാപ്പ് ഒന്നും കാണിക്കുന്നില്ല. എന്ത് പണ്ടാരാന്നറിയാൻ പാടില്ല. ഫസ്റ്റത്തെ ഇതായിട്ട് നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയത്തുമില്ല. ഏതായാലും നമ്മളൊരു ഉദ്ദേശം വെച്ച് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടാ. ഇനി നമ്മൾ എത്താണ്ടിരുന്നിട്ട് ഇനി അയാളുടെ ട്രിപ്പ് മുടങ്ങട്ടല്ലോ എന്ന്. ഇനിയിപ്പോ പോകുന്ന വഴിക്കല്ല യൂറുകാരെ ആരെങ്കിലും കാണുകയാണെങ്കിൽ ചോദിക്കുന്നത് എന്താ സംഭവം. ഇവിടെ ഒരു വണ്ടി കിടപ്പുണ്ട്. പക്ഷെങ്കി എന്താണോ എങ്ങനെയാണോ ആകെ റിസർവേഷനൊക്കെ ആണ്. പക്ഷെങ്കി ഇത് അങ്ങോട്ടുള്ള വഴി കാണിക്കുന്നില്ല. മാപ്പ് കാണിക്കണല്ലോ. 5:30 ഇതായിട്ട് കാണിക്കുന്നുണ്ട്. യൂബർ ഗോയാണ്. ഓക്കെ, ഏതായാലും നമുക്ക് ആരുടെയും ഒന്ന് ചോദിക്കാം. ഇപ്പൊ നമ്മളിപ്പോ ഉള്ളത് തേവര മട്ടുമ്മലാണ് കേട്ടാ. അപ്പൊ നമ്മുടെ ആ റിസർവേഷന്റെ കേസ് ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ചോദിച്ചേ. ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഈ ഡ്രൈവർമാരുടെ ഓൺലൈൻ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആ ഗ്രൂപ്പില് ഞാനും അംഗമാണ്. അപ്പൊ ഞാൻ ഗ്രൂപ്പിൽ ചോദിച്ചു ഇത് എങ്ങനെയാണ് സംഭവം, നമ്മൾ ആദ്യമായിട്ടാണ് എടുക്കുന്നത്. അപ്പൊ ഒരു റിസർവേഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ടുള്ള മാപ്പ് കാണിക്കുന്നില്ല. അപ്പൊ അത് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ചോദിച്ചു എപ്പോഴാണ് ഓൺലൈനിൽ കയറേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ 5:30 ഓപ്പൺ ഓൺലൈനിൽ വരേണ്ടത്. പക്ഷെ മാപ്പ് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് നിങ്ങളിപ്പോ എവിടെയാ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടം വരെ എത്താൻ എന്തോരം സമയം വേണമെന്ന് യൂബറിനറിയാം. അപ്പൊ ആ സമയം കൊള്ളിച്ച് അത് മാപ്പ് ഓപ്പൺ ആയി വരുള്ളൂ. നമ്മൾ സാധാരണ മാപ്പ് വരുന്ന പോലെ തന്നെ മാപ്പ് വരുമെന്നാണ് പുള്ളി പറഞ്ഞത്.
അപ്പൊ ഇപ്പൊ നമുക്ക് 5:30 ഓൺലൈനിൽ കയറാനാണ് പറഞ്ഞേക്കുന്നത്. ഓൺലൈനിൽ വരണമെന്നാണ്. അപ്പൊ നമ്മൾ ഓൺലൈനിൽ ആയില്ല. ഇനിയിപ്പോ അങ്ങോട്ടത്തേക്ക് എത്താൻ എന്തോരം സമയം വേണമെന്ന് വെച്ചാൽ ആ സമയം ആകുമ്പോൾ തനിയെ ഓപ്പൺ ആവുമെന്നാണ് ആള് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ 6 മണിക്കാണ് നമുക്ക് പിക്കപ്പ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ സമയം 5:40 ആയിട്ടുണ്ട്. ഇനിയിപ്പോ അങ്ങോട്ടത്തേക്ക് എന്തോരം സമയം വേണമെന്ന് യൂബറിനറിയാം. ഏതായാലും ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഇത് ഓപ്പൺ ആയി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ റെഡായി നിൽക്കുകയാണ്. ബി ഓൺലൈൻ ബൈ എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഓൺലൈനാണ്. ഇനി നമുക്ക് വേറെ ട്രിപ്പൊന്നും അടിക്കുകയല്ലെന്നാണ് ഉള്ളത്. നമുക്ക് ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ടത്തേക്കുള്ള മാപ്പ് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് അങ്ങോട്ടത്തേക്കുള്ള മാപ്പ് വന്നിട്ടുണ്ട്. കറക്റ്റാ കേട്ടോ. ഇവിടുന്ന് 6 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ കഴിഞ്ഞു പോയി, ഒരുപാട് ദൂരെ ആയിപ്പോയി. എവിടെയാണോ? ഓക്കെ, ഏതായാലും നമുക്ക് പോയി എടുക്കാം. 14 മിനിറ്റ് ഇത് കാണിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് മാപ്പ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. പുള്ളി പറഞ്ഞ സ്ഥിതിക്ക് ശരിയായ കേട്ടോ. കാരണം നമ്മൾ അതിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. ഫസ്റ്റ് എടുക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് അറിയില്ല. അല്ല അത് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടത്തേക്ക് എത്താൻ എന്തോരം സമയം വേണമെന്ന് യൂബറിന് അറിയാം. ആ ടൈം അനുസരിച്ച് അത് ഓപ്പൺ ആവുള്ളൂ. ആ ടൈം ആകുമ്പോൾ നമുക്ക് സാധാരണ മാപ്പ് വരുന്ന പോലെ തന്നെ വരുമെന്ന് പറഞ്ഞു. കറക്റ്റ് അതുപോലെ തന്നെ മാപ്പ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് ഒരു 14 മിനിറ്റ് ആണ് കാണിക്കുന്നത്. 6 കിലോമീറ്റർ അപ്പുറം നിന്നാണ് പിക്കപ്പ് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് 6 മണിക്കാണ് പിക്കപ്പ് പറഞ്ഞേക്കുന്നത്. നമ്മൾ അവിടെ ശരിക്കും 5:56 ആകുമ്പോൾ എത്തുന്നതാണ് മാപ്പിൽ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റിസർവേഷൻ, ആദ്യമായിട്ടാണ് റിസർവേഷന്റെ പരിപാടി. അപ്പൊ ആള് പറഞ്ഞ് റിസർവേഷൻ എടുത്തിട്ട് നന്നായി, ട്രിപ്പ് കൂടുതലായിട്ട് വരുമെന്ന് പറഞ്ഞു. റിസർവേഷൻ എടുത്തു കഴിഞ്ഞാല് നമുക്ക് ഒരുപാട് റിസർവേഷൻസ് വരുമെന്ന് പറഞ്ഞു. എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. നമ്മുടെ ഏതായാലും ഫസ്റ്റ് റിസർവേഷനാണ്. ഓക്കെ ഗൈസ്, ഇപ്പൊ നമ്മള് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് ഹോട്ടലല്ല, മറ്റേ മിലിറ്ററിയുടെ ഓഫീസാണ്. അപ്പൊ അങ്ങോട്ടത്തേക്ക് നമുക്ക് കയറാൻ ഇതില്ല കേട്ടാ. അപ്പൊ നമ്മളിവിടെ തൽക്കാലം നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. 6 മണിക്കാണ്. ഗേറ്റിന്റെ അപ്പുറം മാറ്റിയിട്ടേക്കാണ്. ആളിങ്ങോട്ട് വരുവുള്ളൂ. ഗേറ്റിന്റെ അവിടെ വന്ന് നമ്മൾ കയറ്റുക. സാധാരണ രീതിയിൽ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. അകത്ത് കയറാൻ നമുക്ക് പെർമിഷൻ ഇല്ല. അപ്പൊ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നമ്മൾ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു പട്ടാളക്കാരനാണ്. അപ്പൊ നമുക്ക് ആളെ പിക്ക് ചെയ്യാം. ആള് വരട്ടെ. 6 മണിക്കാണ്. ഇപ്പൊ സമയം 5:55 ആയിട്ടുള്ളൂ. ഓക്കെ, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഒരു രാംദീപ് ആണ് കേട്ടോ. ഓക്കെ, ആ കാണുന്നതാണ് ഗേറ്റ്. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞേട്ടാ. എയർപോർട്ടിനകമാണ് കാണുന്നത്. നമുക്ക് ആ ട്രിപ്പില് 895 രൂപയാണ് കേട്ടോ. എയർപോർട്ട് ഇന്റർനാഷണൽ ആണ്. നമുക്ക് പതുക്കെ ഇവിടുന്ന് 10 മിനിറ്റ് ഉണ്ട്. നമുക്കിപ്പോ ഇതിലെ പതുക്കെ ഇറങ്ങി ഡൊമസ്റ്റിക്കിലേക്കൂടെ കയറി അറിയാം. ഇനി എങ്ങാനും വല്ല സ്പോട്ട് അടിച്ച് കിട്ടിയാലോ. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞു. നമ്മുടെ ഇതിനകത്ത് ക്യൂ കാണിക്കുന്നത് 171, 175 ആണ് കേട്ടോ. ക്യൂ കിടന്നു കഴിഞ്ഞാല് ഞങ്ങൾ നാളെ പോക്ക് നടക്കുള്ളൂ. അതുകൊണ്ട് നമുക്ക് ക്യൂവിന് പുറത്തിറങ്ങി കിടക്കാം കേട്ടോ. നമുക്ക് ഇതിലെ അതിനകത്തോടെ കയറി ഡൊമസ്റ്റിക് കൂടെ കയറി ഇറങ്ങി പോകാം കേട്ടോ. എങ്ങാനും ഇനി അടിക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാം, ഇല്ലെങ്കിൽ പുറത്തിറങ്ങി കിടക്കാം. ഓക്കെ, പുറത്തിറങ്ങി ചായയൊക്കെ കുടിച്ച് പതുക്കെ കാലടി ഭാഗത്തോട്ട് പോവാം. അപ്പം എന്തെങ്കിലുമൊക്കെ തടയുമായിരിക്കും, നോക്കാട്ടാ. ഓക്കെ, ഏതായാലും നമുക്ക് കിട്ടുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല കേട്ടോ.
ബേസിക്കലി നമ്മള് എയർപോർട്ടിന്റെ സൈഡില് അത്താട്ടെ കാലടി റൂട്ടിൽ വന്നേക്കാണ് കേട്ടോ. അപ്പൊ മറ്റേ CSFന്റെ മറ്റേ ഗോഡൗൺ ഉണ്ടല്ലോ, അവിടെയാണ്. പിന്നെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും നമ്മുടെ ടാക്സി ഓടുന്ന ഡ്രൈവേഴ്സ് എല്ലാവരും എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. നമ്മൾ എയർപോർട്ടിൽ കയറിയിട്ട് ഇറങ്ങുമ്പോൾ 60 രൂപ ടോൾ മേടിക്കുന്നുണ്ട്. ടോൾ മേടിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് ആണ് സമയം. ഞാനിപ്പോൾ ആളെ അവിടെ ഇറക്കി കറങ്ങി ഇവിടെ വന്നു, ടോൾ ഗേറ്റിന്റെ അവിടെ വന്നു. അവിടെയാണ് നിറച്ച് ക്യൂ ആണ്. ഒരു തമിഴ്നാട് വണ്ടി, അവനാണ് നല്ല അടിപൊളി വണ്ടിയാണ്, വില കൂടിയ വണ്ടിയാണ്. അവൻ 60 രൂപ കൊടുത്തിട്ട് പോകാൻ അവൻ്റെ ഇല്ല. അവൻ അവിടെ കിടന്ന് പേശിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ക്യൂവിലാണ്, നമ്മുടെ ടൈം പോയിക്കൊണ്ടിരിക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ 100 രൂപ പിടിക്കും. ഓൺ അടിച്ചിട്ട് അവരും നോക്കുന്നതല്ലാണ്ട് ലാസ്റ്റ് അയാള് ഗൂഗിൾ പേ ചെയ്തിട്ട് പോയി. എന്റെ ഇത് അവിടെ വന്നു, ഞാൻ അവിടെ ചെന്നു, ഗ്ലാസ് താത്തിയിട്ട് ഞാൻ പറഞ്ഞു 60 രൂപ പിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ തന്നെ വണ്ടി കയറിയ പാടെ 100 രൂപ അവിടെ അടിച്ചു. അപ്പൊ പുള്ളിക്കാരത്തി എന്നോട് പറയാണ് ബില്ലടിച്ചു പോയി, 100 രൂപ തരണം. ഞാൻ പറഞ്ഞു നടക്കുകയെന്ന് പറഞ്ഞു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ എന്തോരം നേരമായിട്ട് ക്യൂവിൽ കിടക്കാന്ന്. ഇപ്പൊ 12 മിനിറ്റായി. അപ്പൊ നോക്കിയപ്പോ 12 മിനിറ്റായി. ഞാൻ പറഞ്ഞു ഞാനിവിടെ 60 രൂപ തീരേണ്ട കേസാണ്, നിങ്ങൾ ഈ 100 രൂപ മേടിച്ച് കഴിഞ്ഞാൽ ഞാൻ ഇത്ര നേരം ക്യൂവിൽ കിടക്കണം. അങ്ങനെ ഇവിടെ കിടന്ന് കാണിച്ച കോപ്രായം നിങ്ങൾ കണ്ടാണോ എന്ന് ചോദിച്ചു. ഞാൻ ഓൺ അടിക്കുമ്പോൾ നിങ്ങൾ നോക്കുന്നുണ്ട്, ഞാൻ ഈ ക്യൂ കിടക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ എന്ന് ചോദിച്ചു. അതുകൊണ്ട് 60 രൂപ കൂടുതൽ പിടിക്കാൻ പറ്റത്തില്ല, സമ്മതിക്കാനെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരത്തി എന്ത് ചെയ്യാനായിട്ട് ബില്ലടിച്ചു പോയി. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്കറിയത്തില്ല, 60 രൂപ തരാൻ പറ്റുള്ളൂ, അതിൽ കൂടുതലുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഗ്രൂപ്പിലിട്ട് ആളെ കൂട്ടുമെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് എന്നെ മേഡത്തിനോട് ചോദിക്കട്ടെ, ഞാൻ വേറൊരു പുള്ളിക്കാരത്തെ വിളിച്ച് ചോദിച്ചു, മേഡം ഇങ്ങനെയല്ലാണ്. അപ്പൊ പുള്ളിക്കാരത്തി ചോദിച്ചു എത്ര മിനിറ്റ് ആയെന്ന് ചോദിച്ചു. അപ്പൊ 2 മിനിറ്റ് കൂടുതലായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മേഡം ഈ കാണിക്കുന്നത് ശരിയല്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ക്യൂ കിടക്കുന്നതാണ്, 60 രൂപ തരാനും ബാധ്യസ്ഥനാണ്. ഈ 100 രൂപ പോകില്ല എന്നുള്ള ഇതുകൊണ്ടാണ് നമ്മൾ ധൃതി വെച്ച് ആളെ ഇറക്കിയിട്ട് ഓടിപ്പിടിച്ച് ഗേറ്റിന് പുറത്തിറങ്ങുന്നത്. ഇവിടെ വന്ന് കഴിയുമ്പോൾ ക്യൂവിൽ കിടന്ന് ഓരോരുത്തന്മാരെ കിടന്നുണ്ട് അവന്മാരുടെ തടിമില്ല് കാണിക്കുന്നു. അവന്മാര് കാരണം നമ്മുടെ പൈസ പോവാണ്. അപ്പൊ നമ്മൾ ക്യൂ കിടക്കുന്നുള്ള കാര്യം അവർക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അവരെന്നാ ചെയ്യണം, നമ്മൾ ക്യൂ കിടക്കുന്ന വണ്ടിക്ക് സമയത്തിന് അവര് വണ്ടി ഇല്ലെങ്കിൽ വണ്ടി ഇറങ്ങി പോകേണ്ട സമയമാണ്. ആ സമയത്തിന് അവര് ഗേറ്റ് തുറന്നു തന്നില്ല, ആ പൈസ അവര് റീഫണ്ട് ചെയ്യണം. ഏതായാലും നമ്മൾ ശക്തമായി പറഞ്ഞതിന്റെ പേരിൽ നമുക്ക് 40 രൂപ നമുക്ക് റീഫണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫാസ്ടാഗിൽ നിന്ന് 100 രൂപ കട്ടാകുകയും ചെയ്തു. ഞാൻ പറഞ്ഞത് പറ്റത്തില്ല, 100 രൂപ ബാലൻസ് തന്നില്ലെങ്കിൽ ഞാൻ വണ്ടി എടുത്ത് മാറ്റില്ല, ഇവിടെ തന്നെ ഇടുമെന്ന് പറഞ്ഞു. ഏതായാലും നമുക്ക് 40 രൂപ റീഫണ്ട് ചെയ്തു. ശരിക്കും ഇതാണ് ശരി. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി 10 മിനിറ്റിനുള്ളിൽ ആ ഗേറ്റ് കടന്ന് പോരേണ്ട വണ്ടിയാണ്. മുന്നിൽ കിടക്കുന്ന വണ്ടിക്ക് എന്തെങ്കിലും ഫാസ്ടാഗിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ടിട്ട് പൈസ മേടിക്കുകയോ അതല്ലെങ്കിൽ ക്യൂവിൽ കിടക്കുന്ന വണ്ടി കടത്തി വിടുകയോ ചെയ്യാനുള്ള ഒരു മാർഗം ഉണ്ടാക്കണം. അല്ലാണ്ട് പുറകിൽ കിടക്കുന്ന വണ്ടിക്ക് വെയിറ്റിംഗിൽ കിടക്കുമ്പോൾ ആ വണ്ടിയുടെ ടൈം പോവാണ്. ആ ടൈം അനുസരിച്ച് ഗേറ്റ് കിടക്കുന്ന ടൈം അനുസരിച്ച് 100 രൂപ മേടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊള്ളയല്ലേ? അതിന്റെ പേരിൽ പ്രതികരിച്ചതിന്റെ പേരിൽ നമുക്ക് 40 രൂപ നമുക്ക് റീഫണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ശരി. എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ 40 രൂപ പോകും. നമുക്ക് അവിടെ 60 രൂപയാണ് റീഫണ്ട് ചെയ്യുന്നത്. കസ്റ്റമർ നമുക്ക് 60 രൂപയാണ് തരുന്നത്. ആ 60 രൂപ 10 മിനിറ്റിനുള്ളിൽ ഇറങ്ങിപ്പോരണം. ഈ 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 100 രൂപ പോകും. 100 രൂപയ്ക്ക് നമുക്ക് അതിനകത്ത് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നിട്ടാണ് ഈ മാതിരി കാട്ടാൻ കാണിക്കുന്നത്. ഈ 40 രൂപ പോകുന്നുള്ളതുകൊണ്ട് നമ്മൾ ഇറങ്ങിപ്പോകുന്നത്. അവിടെ വന്നാൽ ട്രിപ്പ് കിട്ടുകയല്ല. ഇപ്പൊ 175 171 എന്റെ നമ്പർ. അതനുസരിച്ച് നമ്മൾ അവിടെ നിന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് നമ്മൾ ക്യൂവിന് പുറത്തിറങ്ങി. അപ്പൊ ഇങ്ങനെയൊക്കെ കാണിച്ചു. അപ്പൊ നമ്മൾ അതിന് പ്രതികരിച്ചതിന്റെ പേരിൽ നമുക്ക് 40 രൂപ കിട്ടി. ഓക്കെ, എല്ലാവരും ഇങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട്. എയർപോർട്ടിലേക്കാണ് കേട്ടാ. നമുക്ക് പോയി എടുക്കാം. 121 കാണിച്ച. ചിലപ്പോ ആണെങ്കിൽ സ്പോട്ട് അടിച്ച് കിട്ടിയ രക്ഷപ്പെട്ടു. ഓക്കെ, നമ്മൾ ഏതായാലും ഇത് എടുത്തിട്ടുണ്ട് കേട്ടാ. ഇതോ ഈ കാണുന്ന ബിൽഡിങ്ങിൽ നിന്നാന്ന് തോന്നുന്നു പിക്കപ്പ് വന്നേക്കുന്നത്. ഇതൊരു ഹോട്ടലാണ്, അവിടെ നിന്നാണ് പിക്കപ്പ്. ഓക്കെ, ഏതായാലും എടുക്കാം. ഇവിടെ റൂംസ് ഉണ്ട്. അതാ ഇവിടെ നിന്നാണ് കേട്ടാ. ഓക്കെ, ഏതായാലും പിക്ക് ചെയ്യാം.
കേസ് അങ്ങനെ ഇക്കുറിയും നമുക്ക് കുറി വീണില്ല കേട്ടോ. നമ്മൾ 2ാം തവണ എയർപോർട്ടിൽ കയറി ഇറങ്ങേണ്ട വന്നു, ഒന്നും കിട്ടിയില്ല. നമ്മൾ വീണ്ടും കാലടി ഭാഗത്തോട്ട് പോവാണ് കേട്ടോ. അങ്ങ് ഫുള്ള് അങ്ങോട്ട് പോകുന്നില്ല, നമ്മള് ജസ്റ്റ് ക്യൂവിന് പുറത്തിറങ്ങി കിടക്കുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. എന്തായാലും ഇവിടുന്ന് ട്രിപ്പും കൊണ്ടേ പോകുന്നുള്ളൂ. ഇപ്പൊ ഒരു എയർപോർട്ടിൽ കയറി, പക്ഷെ കിട്ടിയില്ല. നമ്മൾ ആദ്യ തവണ വന്നപ്പോ നമുക്ക് 170-175 ഇപ്പൊ അത് 176-180 നോക്കാം കേട്ടാ, എവിടെന്നെങ്കിലും വന്ന് ചാടാണ്ടിരിക്കില്ല. ഇന്നലെ വണ്ടിയെ കയറിയ ഒരു കസ്റ്റമർ ഭയങ്കര ചുമയും തുമ്മലും ആയിരുന്നു. അതുകൊണ്ടാന്ന് എനിക്ക് തൊണ്ടയ്ക്കൊക്കെ ഒരുമാതിരി ഒരു ജലദോഷം വരാൻ പോകുന്നതിന്റെ ഒരു കാറിലോ ഒരു എന്താ പറയാ, ഒരു നീറ്റിലൊക്കെ ഇല്ലേ, ആ ഒരു സംഭവം. ഒരു കുഴപ്പമില്ലായിരുന്നു. പുള്ളിക്കാരൻ കയറി ഭയങ്കര തുമ്മലും ചുമയും. തുമ്മലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ തുമ്മാനൊന്നും വാ പൊത്തുവങ്ങും പറ്റില്ല, ഇതാവുന്നില്ല, വെറുതെ അലറി വിടുകയാണ്. പറയാ അതേതായാലും നമുക്ക് പണിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഏതായാലും നമ്മൾ വീണ്ടും നമ്മുടെ പഴയ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടാ. നമ്മളിട്ട സ്പോട്ടിലാണ് ആ പുള്ളി കൊണ്ട് വണ്ടി ഇട്ടേക്കുന്നത്. ഓക്കെ, ഇവിടെ ഒന്നും വണ്ടി ഇടാനുള്ള സെറ്റപ്പ് ഇല്ല. നമ്മുടെ സ്പോട്ട് ഇതല്ലായിരുന്നു കേട്ടാ, എനിക്ക് മാറിപ്പോയതാ. എന്ത് തന്നെ ആയിരുന്നു, നമ്മള് ഈ സ്പോട്ട് അങ്ങ് സ്വീകരിച്ചു. നിറച്ച് ചറപറാന്ന് പറഞ്ഞ വണ്ടിയാ, പിന്നല്ലേ ഇവിടെ കൂടാൻ കേട്ടാ. ചെളിയാണ്, പുറത്തിറങ്ങി നിൽക്കാനൊന്നും പറ്റത്തില്ല, ചെളിയാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത ട്രിപ്പ് വരട്ടെ. അങ്ങനെ നമുക്ക് ഇവിടുന്ന് അടുത്ത പിക്കപ്പ് ലഭിച്ചേക്കാണ് കേട്ടാ. ഒരു വിഷ്ണു ആണ്, എയർപോർട്ടിലേക്കാണ് കേട്ടാ. അതൊന്നും തന്നെയാണ്. അപ്പൊ നമുക്ക് അത് പോയി എടുക്കാം. ഓക്കെ, നമ്മളിപ്പോ 2 തവണ കയറിയിട്ട് നമുക്ക് സ്പോട്ട് അടിച്ചില്ല. 3ാം തവണയിൽ എന്തായാലും കിട്ടുമോ നോക്കട്ടെ കേട്ടാ. 3ാം തവണയും കിട്ടിയില്ലേ പിന്നെ ഈ പരിപാടി ഇവിടെ വെച്ച് നിർത്തേണ്ടി വരും. 3 തവണ പരിശ്രമിച്ചിട്ട് നമുക്ക് സ്പോട്ട് കിട്ടിയില്ല. ഇക്കൊരു സ്പോട്ട് കിട്ടും കണ്ടോ. പിശാചുമോറം ക്യാൻസൽ ചെയ്തു.
എന്ത് ചെയ്യുന്ന. ഓക്കെ, ഇനി അതായത് നമുക്ക് തിരിച്ചു പോവാം. എന്ത് പറയുന്ന, ചെറിയ ട്രിപ്പാണ്, എന്നാലും 2 കിലോമീറ്ററിന് 127 കിട്ടൂലേ. അത് പോയി കിട്ടി. വീട്ടുകാരുടെയൊക്കെ വിചാരേ ബുക്ക് ചെയ്ത ഓട്ടന്നെ ഓടി ചെല്ലണം എന്നുള്ള ധാരണയാണ്. ഇത് വണ്ടി അവിടുന്ന് തിരിച്ചെടുത്തോണ്ട് വരണ്ടേ. വെറുതെ കുറെ നിങ്ങൾ രാവിലെ ഇറങ്ങിക്കോളൂ ആളെ പട്ടാക്കാൻ. ചേട്ടാ ഇച്ചിരി ഒതുക്കി വെക്കോ, ഒരു ലേശം കയറ്റി വെക്കോ. ആ ട്രിപ്പ് അങ്ങനെ പോയിട്ടാ. അടുത്ത ട്രിപ്പ് വരട്ടെ. അങ്ങനെ നമുക്ക് അവിടുന്ന് ട്രിപ്പ് അടിച്ചേക്കാണ് കേട്ടാ. ആലുവയ്ക്കാണ് കേട്ടോ അടിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ എടുക്കാൻ വേണ്ടി പൊക്കോണ്ടിരിക്കുകയാണ്. ഇനി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആള് ക്യാൻസൽ ആക്കുമെന്നറിയില്ല. ഇതിന് മുന്നേ നമുക്ക് ട്രിപ്പ് വന്ന് എയർപോർട്ടിലേക്കായിരുന്നു, പക്ഷെ അത് ക്യാൻസൽ ആക്കി കളഞ്ഞു. അപ്പൊ അടുത്ത ട്രിപ്പ് വന്നിട്ടുണ്ട്. ഇത് എയർപോർട്ടിലേക്കല്ല കേട്ടാ, ഇത് ആലുവയ്ക്കാണ്. ഓക്കെ, ഇവിടെ ഒന്നും മയങ്ങാൻ ഓർത്തിരിക്കായിരുന്നു. കൊതുക് ഗ്ലാസ് താത്തിയിട്ടാണ്ടേ കൊതുക് കയറി. ഒക്കെ അങ്ങോട്ട് പോകാൻ വരുന്നതാണ് വെറുതെ ഇങ്ങനെ പോകുന്നതാ. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് ഈ ട്രിപ്പ് എടുക്കാം. അങ്ങനെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടാ. നമ്മളിപ്പോ ഉള്ളത് ആലുവ മെട്രോ സ്റ്റേഷന്റെ അവിടെയാണ് കേട്ടോ. നമുക്ക് ആ ട്രിപ്പ് കഴിഞ്ഞു. ആ ട്രിപ്പില് 256 രൂപ കേട്ടോ നമുക്ക് ലഭിച്ചത്. ഇപ്പൊ നമ്മള് BSNL ഓഫീസിന്റെ അവിടെ കൊണ്ടിടാം. അപ്പൊ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒതുക്കാട്ടോ. നമുക്കിതേ ഇവിടെ ഒതുക്കാം. ഓക്കെ, അങ്ങനെ നമുക്ക് ആലുവ BSNLന്റെ അവിടെ കടന്നിട്ട് നമുക്ക് ട്രിപ്പ് കിട്ടിയില്ല കേട്ടോ. പൊതുവെ നമുക്ക് ട്രിപ്പ് കിട്ടിയില്ല. പിന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരിടത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ട്രിപ്പ് എല്ലാ ദിവസവും അടിക്കാറുണ്ടെന്ന്. അങ്ങനെ നമ്മൾ ആ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോ ഇവിടുന്ന് ട്രിപ്പ് അടിക്കോ ഇല്ലയോ നോക്കാം. ഇതുവരെ നമുക്ക് 4 തവണ അവിടെ വന്നിട്ടുണ്ട്. 4 തവണ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിപ്പോ നമ്മൾ 5ാം തവണയാണ് വന്നേക്കുന്നത്. ഇനി ബാക്കി ഇനിയിപ്പോ ട്രിപ്പ് കിട്ടുമോ ഇല്ലയോ എന്നറിയാം. 5ാം തവണയും കിട്ടുമോ നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ കാരണം നമ്മൾ വീണ്ടും അവിടെ വന്നിട്ടുണ്ട്. BSNLന്റെ മറ്റേ കോടതിയിലേക്ക് അവിടെ കിടന്നിട്ട് ട്രിപ്പ് കിട്ടിയില്ല. അവിടെ ഒരുപാട് വണ്ടികളും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാന്ന് തോന്നുന്നു ട്രിപ്പ് അടിക്കാത്ത. അപ്പൊ നമ്മള് അതിനിടയ്ക്ക് 2 മാച്ച് ട്രിപ്പ് വന്നു, പക്ഷെ അത് അടിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ നമുക്ക് നോക്കാം, ട്രിപ്പ് വല്ലതും വരുമോ നോക്കാം. ഓക്കെ, നമുക്കൊരു സിനിമയൊക്കെ കണ്ടുപിട്ടിരിക്കാം. ഓക്കെ,
ഗൈസ് അങ്ങനെ നമ്മള് കാത്തിരിഞ്ഞ് നമുക്ക് 5ാം തവണ നമുക്ക് ഇവിടുന്ന് ട്രിപ്പ് അടിച്ചിരിക്കുകയാണ് കേട്ടാ. നമുക്ക് ഇവിടുന്ന് ലിസി ഹോസ്പിറ്റൽ അടിച്ചിട്ടുണ്ട്. അപ്പൊ എന്തോരം ദൂരം ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടാ. അത് മാത്രം നോക്കാൻ വിട്ടുപോയി. ഇവിടെ അടുത്തുനിന്ന് കണ്ടാണ് 1.5 കിലോമീറ്റർ ഉള്ളു കേട്ടാ. നമുക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്ത് കയറാവുന്ന ദിവസമേ ഉള്ളൂ. 750 മീറ്റർ അപ്പുറേന്ന്. ഓക്കെ, ഏതായാലും നമ്മള് അങ്ങനെ നമുക്ക് ട്രിപ്പ് വീണിരിക്കുകയാണ്. 5ാം തവണയും നമുക്ക് ട്രിപ്പ് വീണു. അപ്പം ഇതുകൊണ്ടാരാ കല്ലാണ്. അപ്പൊ നമുക്ക് ട്രിപ്പ് 5ാം തവണ ഇവിടെ അടിച്ചേക്കുന്നു. അപ്പൊ ആർക്കെങ്കിലും അവിടെ വന്ന് ട്രിപ്പ് കിട്ടാഞ്ഞിട്ട് കിടന്നുകൊണ്ട് ബേജാറാകുകയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രിപ്പ് കിട്ടുന്നതായിരിക്കും. അങ്ങനെ എനിക്ക് വീണ്ടും ട്രിപ്പ് അടിച്ചിരിക്കുന്നു. കറക്റ്റ് ഒരു വണ്ടി പോകാനുള്ള ഗ്യാപ്പേ ഉള്ളൂ കേട്ടാ. കറക്റ്റ് ഇതേ ഈ പാലം കടന്നു കഴിഞ്ഞാൽ സ്ഥലമായി. ഒരു ഹംസയാണ് കേട്ടോ ബുക്ക് ചെയ്തേക്കുന്നത്. ലിസി ഹോസ്പിറ്റലാണ്. അങ്ങനെ നമ്മൾ വീണ്ടും എറണാകുളത്തേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ട്രിപ്പ് അങ്ങനെ നമ്മുടെ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടാ 267 രൂപ കിട്ടിയേട്ടാ. കാരണം മുട്ടം ബ്ലോക്കായിരുന്നു. മുട്ടം ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒടുക്കത്തെ ബ്ലോക്ക്. ഏതായാലും ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മുട്ടം യാർഡിന്റെ അതില് അവിടുന്ന് പൈപ്പ് ലൈൻ റോട്ടിൽ കയറി. പൈപ്പ് ലൈൻ റോട്ടിൽ നിന്ന് നേരെ പാലാരിവട്ടം വന്നു. പാലാരിവട്ടത്തു നിന്ന് തമ്മനം പൈപ്പ് ലൈൻ റോഡ് വഴി കയറി ലിസി ഹോസ്പിറ്റലിൽ എത്തിച്ചു. അങ്ങനെ കിലോമീറ്റർ 3-4 കിലോമീറ്റർ കൂടുതൽ ഓടിയെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ എത്താൻ പറ്റും. വേറെ ഒന്നുമല്ല, മുട്ടം ബ്ലോക്ക് എന്ന് വെച്ചാൽ എവിടെ എന്തോ പണി നടക്കും റോഡില്. നമ്മുടെ കലൂര് സ്റ്റേഡിയത്തിന്റെ അവിടെ 1 സൈഡാണ് പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഒരു സൈഡിൽ കൂടെയാണ് പോകുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ ബ്ലോക്കും മറ്റു കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ എടപ്പള്ളിയിലും ബ്ലോക്കാണ്. നമ്മുടെ കളമശ്ശേരിയില് അവിടെയും ബ്ലോക്ക്, ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പൊ അതിലൊന്നും പെടാണ്ട് നമ്മൾ ഇപ്പുറത്തൂടെ കയറി പോന്നു. അങ്ങനെ നമ്മളിപ്പോ ഉള്ളത് ലിസി ഹോസ്പിറ്റലിന്റെ അവിടെ ആളെ ഇറക്കിയിട്ട് നമ്മള് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന്റെ അവിടെ ഒന്ന് കിടക്കുകയാണ് കേട്ടോ. അപ്പൊ ഇനി ഒരു ചായ കുടിക്കണം. അങ്ങനെ ടോട്ടലി ഇപ്പൊ 4 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ട്രിപ്പ് പറ്റണം കേട്ടോ. അവിടുന്ന് ട്രിപ്പ് വന്നാ പിന്നെ ഇതുവരെ ട്രിപ്പ് കിട്ടിയില്ല കേട്ടോ. നമ്മൾ അവിടുന്ന് സൗത്തിൽ നിന്ന് അടുത്തിപ്പോ കത്തരക്കടവെ കൊണ്ടിട്ടേക്കാണ്. ഒരു രക്ഷയില്ല, ലാഗടിപ്പിച്ച് കൊല്ലുവാന്ന്. ട്രിപ്പൊന്നും വരാത്തോണ്ട് നമ്മള് റാപ്പിഡോ ഓണാക്കിയിട്ടുണ്ട്. റാപ്പിഡോ യാത്രയും കൂടെ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ നമുക്കൊരു ട്രിപ്പ് വന്നേക്കാണ് കേട്ടോ. ഒരു അഖില അവിടെ ഇറങ്ങി നിപ്പുണ്ട്. പാലാരിവട്ടം പോകാനാണ് കേട്ടാ. ഇവിടെ ആണെങ്കിൽ ബോറടിച്ച് പണ്ടാൻ തുടങ്ങി. നിർത്തിപ്പോയാലും നേരം ഓർത്തു. ഓക്കെ, ഏതായാലും നമുക്ക് അഖിലേനെ പിക്ക് ചെയ്യാം. ഓക്കെ, ട്രിപ്പ് കഴിഞ്ഞു. നമുക്ക് 120 രൂപയാണ് കേട്ടോ ലഭിച്ചത്. 4 കിലോമീറ്റർ ഇല്ലായിരുന്നു. 120 രൂപയ്ക്ക് നഷ്ടമാണ്. പിന്നെ എന്ത് ചെയ്യാനാ, മുടിയാനായിട്ട് ആ ട്രിപ്പ് അടിച്ചത്. അത്രയും ഒരു ഇൻഫോ പാർക്ക് വന്നു 220, ഒരു പള്ളിക്കര വന്നു 340. എല്ലാം ഈ മാച്ച് ട്രിപ്പിനാ വരുന്നത്. പിന്നെ എന്ത് ചെയ്യാന്, കിട്ടണ്ടേ. വെറും കളിപ്പീരാണ്. എന്നിട്ട് അടിച്ചതോ 120 രൂപയുടെ കൊണ്ടായിരുന്നു. 4 കിലോമീറ്റർ 3,900 ചില്ലാനും കിലോമീറ്റർ ഉണ്ടായിരുന്നു. 3,900. അത് കഴിഞ്ഞു. ഇനിയിപ്പോ സമയം 2:30 ആയിട്ടുണ്ടല്ലേ. ഒന്നാമത്തെ തൊണ്ടയ്ക്കൊന്നും ഒരു സുഖമില്ല. കാരണം ഒരു നീറ്റലും പോച്ചിലും കാരണം അധികം നേരം ഇങ്ങനെ വർത്താനൊക്കെ പറയുമ്പേ അങ്ങോട്ട് വല്ലാണ്ടാവുന്നു. നിർത്തിയാലെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. കാരണം എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ. പനി വരാനാണോ അതോ ഇനി ജലദോഷം വരാനാണോ, എന്തോ എവിടെയോ സംഭവിക്കുന്നുണ്ട്. ഇന്നലെ ആ പുള്ളി തുമ്മിപ്പോഴേ എനിക്ക് തോന്നി. കാരണം വണ്ടി കയറി വന്നപ്പോ പോയത് തുമ്മലോട് തുമ്മലും ചുമയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ, നമുക്കൊക്കെ വണ്ടിയിൽ ഒരാൾ കയറി കഴിഞ്ഞു കഴിഞ്ഞാല് ചുമക്കാൻ തന്നെ പാടാണ്. തുമ്മുകയില്ല, ചുമക്കുകയില്ല. അങ്ങനെ ചുമയൊക്കെ വന്നാൽ പിടിച്ചു വെക്കും. ഇത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. വെറുതെ അങ്ങോട്ട് അലറി വിട്ടേക്കാണ്. എന്ത് പറയാൻ, അങ്ങനെയും കുറെ ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്ത് വേണ്ടി, എനിക്ക് വേണ്ട, എനിക്ക് പിടിച്ചത്. പുള്ളിക്ക് എന്തോ പനിയുടെ ആരംഭം കണ്ടായിരുന്നു, അത് എനിക്ക് പിടിച്ചു. എനിക്കിപ്പോ തൊണ്ടയ്ക്കൊക്കെ ഒരു വല്ലാഴിക പോലെ. ഓക്കെ, ഏതായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. ഇപ്പോഴേ ഗുളിക മേടിച്ചടിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഡോക്ടറെ പോയി കണ്ട് മരുന്ന് മേടിക്കാം. ഇപ്പൊ ആകുമ്പോ 2 പാരസെറ്റമോളെ നിൽക്കും. അതല്ലെങ്കിൽ പണി വാളും. പാരസെറ്റമോൾ അടിച്ചു ഒന്ന് ആവിയൊക്കെ പിടിച്ച് കഴിയുമ്പോ സെറ്റാവും തോന്നും. ഒരു ചുക്കാപ്പിയൊക്കെ ഇട്ട് അടിച്ചു കഴിയുമ്പോ ഓക്കെ ആവും. ഓക്കെ, അപ്പം എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് അധികം വൈകുന്നേരം വരെ വീഡിയോ എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ തൊണ്ടയ്ക്ക് മേല ഒരു നീറ്റില്. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോയുമായി നാളെ കാണാം. നാളേക്ക് പനി വന്നില്ലെങ്കിൽ നാളെ കാണാം. ഓക്കെ, ഒരു രക്ഷയില്ല. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാൻ. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഏൺ ചെയ്തേക്കുന്ന പൈസ 1651 രൂപയാണ് കേട്ടോ. 5 ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു. യൂബറിൽ മാത്രമേ നമുക്ക് ട്രിപ്പ് കിട്ടിയുള്ളൂ. രാവിലെ ആ 950 രൂപ കിട്ടിയോണ്ട് രക്ഷയായി. അല്ലെങ്കിൽ ഇന്ന് ആകെ പണി പാളിയാണ് മൊത്തത്തിൽ. പിന്നെ ഇന്ന് മൊത്തത്തിൽ അവധിയാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. 2-3 ദിവസത്തേക്ക് അവധിയാണല്ലോ, അതാണ്. ഓക്കെ.